ചെന്നൈയും ഗുജറാത്തുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഇപ്പോൾ ചെന്നൈ കളി തോറ്റിരിക്കുകയാണ്. സഞ്ജു ഫോമായാൽ മാത്രമേ ഇപ്പോൾ ചെന്നൈ ടീം ജയിക്കുന്നുള്ളൂ. സഞ്ജുവിനെ ആശ്രയിച്ചാണ് ചെന്നൈ ടീമിന്റെ വിജയപരാജയങ്ങൾ. ഇന്ന് ചെന്നൈ കളി തോറ്റപ്പോൾ ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ചെന്നൈ 7 വിക്കറ്റിന് 158 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മറുപടി ബാറ്റിംഗിൽ ഈസി ആയിട്ട് ഗുജറാത്ത് കളി ജയിച്ചു. ഇന്ന് ചെന്നൈ തോറ്റപ്പോൾ ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ചെന്നൈ ടീം ബാറ്റിങ്ങിൽ വളരെ മോശമാണ്. സഞ്ജു മാത്രമാണ് ശരിക്ക് കളിക്കുന്നത്. സഞ്ജു ഫോം ആയില്ലെങ്കിൽ ചെന്നൈ ടീം തോൽക്കുന്ന അവസ്ഥയാണ്. ഒരിക്കലും ഒരു താരത്തെ നോക്കി മാത്രം ടീമിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എല്ലാ താരങ്ങളും ഒരുപോലെ ഫോം ആകണം. അതുകൊണ്ട് ഇന്നത്തെ പരാജയം എല്ലാ താരങ്ങളും ഏറ്റെടുക്കണം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ചെന്നൈ ടീം എവിടെയും എത്തില്ല. സഞ്ജുവിനെ പോലെ മറ്റു താരങ്ങളും ഒരുവിധം എല്ലാ മാച്ചിലും ഫോം ആകണം. സഞ്ജുവിൻ്റെ കടമ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. എല്ലാ മാച്ചിലും സഞ്ജുവിന് ഫോമാകാൻ സാധിക്കില്ല. ചെന്നൈ ടീം ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. എനിക്ക് പരിക്കായതുകൊണ്ട് മാത്രമാണ് ഞാൻ കളിക്കാൻ ഇറങ്ങാത്തത്. തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ചെന്നൈ ടീം ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ധോണി വ്യക്തമാക്കി. ധോണിയെ ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട്. ധോണി പരിക്ക് കാരണമാണ് കളിക്കാത്തത്. ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു ഫോമായില്ല. ചെന്നൈ ടീം തോറ്റു. സഞ്ജു കളിച്ചാൽ മാത്രമേ ചെന്നൈ ജയിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഋതുരാജ് ആകട്ടെ 60 ബോളിൽ നിന്നാണ് 74 റൺസ് എടുത്തിരിക്കുന്നത്. വെറും ടെസ്റ്റാണ് ഋതുരാജ് കളിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ താരങ്ങളുണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. ടീമിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന താരങ്ങളെ ആവശ്യമാണ്. ഡെവാൾഡ് ബ്രൂസ്, ശിവൻ ദുബെ അടക്കം എല്ലാവരും പരാജയപ്പെട്ടു. സഞ്ജുവിൽ മാത്രം ചെന്നൈ ടീം ഒതുങ്ങി പോകരുത്. ഒരു താരത്തിന് എപ്പോഴും ഫോമാകാൻ സാധിക്കില്ല. സഞ്ജു തന്റെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുക്കുന്നുണ്ട്. മറ്റു താരങ്ങൾ നല്ല രീതിയിൽ കളിച്ചാൽ മാത്രമേ ചെന്നൈക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഈ IPL സമയത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാം. ഇതൊരു ക്വിസ് മത്സരമാണ്. 100 രൂപ മാത്രമേ എൻട്രി ഫീസ് ഉള്ളൂ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10,000 പേരിൽ നിന്ന് 3,000 പേർക്ക് ഫ്രീ ക്രിക്കറ്റ് പരിശീലനവും സ്കോളർഷിപ്പും ലഭിക്കും. ഇതിലെ ഫസ്റ്റ് പ്രൈസ് 1 ലക്ഷവും, സെക്കൻഡ് പ്രൈസ് 60,000വും, അതുപോലെ തേർഡ് പ്രൈസ് 40,000വുമാണ്. ആദ്യത്തെ 500 സ്ഥാനം വരയ്ക്ക് നിങ്ങൾക്ക് പ്രൈസ് കിട്ടും. ഈ ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ താഴെ കമന്റ് ബോക്സിലെ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ തന്നെ ക്യാഷ് സമ്പാദിക്കൂ.